ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? ഭാരതപ്പുഴ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലെ ആനമല. ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിൽ. ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിൽ. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? മലപ്പുറത്തെ പൊന്നാനിയിൽ വെച്ച്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? മലപ്പുറത്തെ പൊന്നാനിയിൽ വെച്ച്. പൊന്നാനിപ്പുഴ, തിരൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ, തിരൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. ശോകനാശിനിപ്പുഴ, നിള എന്നെല്ലാം അറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. ശോകനാശിനിപ്പുഴ, നിള എന്നെല്ലാം അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. പേരാർ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. പേരാർ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. മാമാങ്കം നടക്കുന്നത് ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്ത്. മാമാങ്കം നടക്കുന്നത് ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴ. തിരുനാവായ അമ്പലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ഭാരതപ്പുഴ. തിരുനാവായ അമ്പലം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഭാരതപ്പുഴ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ഭാരതപ്പുഴ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ഭാരതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. തൂതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ. തൂതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? ഭാരതപ്പുഴ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? ഭാരതപ്പുഴ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള പ്രധാന മത്സ്യബന്ധന തുറമുഖം ഏത്? പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴയുടെ തീരത്തുള്ള പ്രധാന മത്സ്യബന്ധന തുറമുഖം ഏത്? പൊന്നാനി തുറമുഖം. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത ഡാം ഏതാണ്? മായന്നൂർ ഡാം. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത ഡാമാണ് മായന്നൂർ ഡാം. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്, പാലക്കാട്. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്, ഭാരതപ്പുഴയിലാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? MT വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ഏതാണ്? MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്ന കവി ഏതാണ്? P കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്ന കവിയാണ് P കുഞ്ഞിരാമൻ നായർ. ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരെന്ത്? അമരാവതിപ്പുഴ. ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് അമരാവതിപ്പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്താണ്? ശോകനാശിനിപ്പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനിപ്പുഴ. തൂതപ്പുഴയുടെ പശ്ചാത്തലത്തിൽ OV വിജയൻ രചിച്ച കൃതി ഏത്? ഗുരുസാഗരം. തൂതപ്പുഴയുടെ പശ്ചാത്തലത്തിൽ OV വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏത്? ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദിയാണ് ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏത്? പെരിയാറ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാറ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി ഏതാണ്? മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാം? പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകളാണ് പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം. കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ.
കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി ഏത്? കുന്തിപ്പുഴ. കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്തെഴുത്തച്ഛനാണ്. വിവാദമായ പാത്രക്കടവ് പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് ഏത് നദിയിലാണ്? കുന്തിപ്പുഴ. വിവാദമായ പാത്രക്കടവ് പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് ഏത് നദിയിലാണ്? കുന്തിപ്പുഴ. മഴക്കാലത്ത് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആറാട്ട് നടക്കുന്ന ക്ഷേത്രമേത്? ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം. മഴക്കാലത്ത് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആറാട്ട് നടക്കുന്ന ക്ഷേത്രമാണ് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം. മോക്ക് ടെസ്റ്റ് ആണ്. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ആൻസേഴ്സ് നോട്ട് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? പൊന്നാനിപ്പുഴ, തിരൂർ പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏത്? ശോകനാശിനി പുഴ, നിള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏത്? കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത്? പേരാർ എന്നറിയപ്പെടുന്ന നദി ഏത്? മാമാങ്കം നടക്കുന്നത് ഏത് നദീതീരത്താണ്? തിരുനാവായ അമ്പലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? തൂതപ്പുഴയുടെ പോഷക നദി ഏത്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? ഭാരതപ്പുഴയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖം ഏത്? കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത ഡാം ഏതാണ്? മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? നിളയുടെ കവി എന്നറിയപ്പെടുന്ന കവി ഏത്? ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരെന്ത്? ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്ത്? തൂതപ്പുഴയുടെ പശ്ചാത്തലത്തിൽ OV വിജയൻ രചിച്ച കൃതി ഏത്? ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള നദി ഏത്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏത്? ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാം? കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഏത്? ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വിവാദമായ പാത്രക്കടവ് പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് ഏത് നദിയിലാണ്? മഴക്കാലത്ത് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആറാട്ട് നടക്കുന്ന ക്ഷേത്രമേത്? ഇനി മോക്ക് ടെസ്റ്റിന്റെ ആൻസേഴ്സ് നോക്കാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ നോട്ട് ചെയ്യുക. എത്ര മൈനസ് ഇടുന്നത് നോക്കുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? ഭാരതപ്പുഴ. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന്. ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിൽ. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വച്ചാണ്? മലപ്പുറത്തെ
പൊന്നാനിയിൽ വച്ച്. പൊന്നാനിപ്പുഴ, തിരൂർ പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. ശോകനാശിനി പുഴ, നിള എന്നെല്ലാം അറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. പേരാർ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. മാമാങ്കം നടക്കുന്നത് ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴയിൽ. തിരുനാവായ അമ്പലം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഭാരതപ്പുഴ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ഭാരതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി ഏത്? തൂതപ്പുഴ. തൂതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്തുള്ള പ്രധാന മത്സ്യബന്ധന തുറമുഖം ഏത്? പൊന്നാനി തുറമുഖം. കേരളത്തിലെ ആദ്യ ഉരുക്ക് നിർമ്മിത ഡാം ഏതാണ്? മായന്നൂർ ഡാം. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാരതപ്പുഴ, പാലക്കാട്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്ന കവിയാണ് P കുഞ്ഞിരാമൻ നായർ. ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പേരെന്ത്? അമരാവതി പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്ത്? ശോകനാശിനി പുഴ. തൂതപ്പുഴയുടെ പശ്ചാത്തലത്തിൽ OV വിജയൻ രചിച്ച കൃതി ഏതാണ്? ഗുരുസ്വാഗരം. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏത്? ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏത്? പെരിയാർ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി ഏത്? മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാം? പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം. കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദി ഏത്? കുന്തിപ്പുഴ. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചതാര്? തുഞ്ചത്തെഴുത്തച്ഛൻ. വിവാദമായ പാത്രക്കടവ് പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് ഏത് നദിയിലാണ്? കുന്തിപ്പുഴയിൽ. മഴക്കാലത്ത് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആറാട്ട് നടക്കുന്ന ക്ഷേത്രമാണ് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ നോക്കുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.